KTMൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 500. ഇപ്പം ഇതാണ് നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡിക്കേറ്റർ കേട്ടോ. ഒറിജിനലല്ല, ഒരു കോപ്പി ഇൻഡിക്കേറ്ററാണ്. പിന്നെ അത് വെച്ചതുകൊണ്ട് ചെറിയൊരു പണി എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ നമ്മളുടെ ഒരെണ്ണം ഒടിഞ്ഞു തൂങ്ങി, ഇപ്പുറത്തെ സൈഡിലുള്ളത് വർക്ക് ചെയ്യണ്ടായി. ബാക്കിലെ രണ്ടും വർക്കിംഗ് ആണ്, ഫ്രണ്ടിലെ രണ്ടും ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു ഇൻഡിക്കേറ്റർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി KTMൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചു. ഒറിജിനൽ KTMൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾ എന്തായാലും വേറൊരു മോഡലും കൂടി കണ്ടുവച്ചിട്ടുണ്ട്. ഹോർണറ്റിൻ്റെ തന്നെ 2.0ൻ്റെയൊക്കെയും ഹോണ്ടയുടെ ഒക്കെ പുതിയതായിട്ട് വരുന്ന ഇൻഡിക്കേറ്റർ, അതിൻ്റെ റേറ്റും കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരു 1000ൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ HORNET 2.0ൻ്റെ പുതിയ ടൈപ്പ് ഇൻഡിക്കേറ്റർ വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ കോപ്പി ആയിട്ടുള്ള കുറഞ്ഞ വിലക്കുള്ള സാധനം വയ്ക്കും. ഇത് വെക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. വീഡിയോയുടെ എൻഡിൽ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് മേടിക്കാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാനെന്തെങ്കിലും ഓൾറെഡി ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഏതാ ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ നോക്കാൻ പോയിട്ടത് 3 ഇൻഡിക്കേറ്റേഴ്സാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഫസ്റ്റ് KTM, പിന്നെ HORNET 2.0ൻ്റെ പുതിയ ഇൻഡിക്കേറ്റർ, പിന്നെ ഏതെങ്കിലും നോർമൽ ഇതിലും ഉണ്ടായ പോലെ തന്നെ ലോക്കൽ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 3ൻ്റെ വില കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചു. അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ അത് വെച്ചതുകൊണ്ട് ചെറിയൊരു പണി എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റ് 2 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വില ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ KTMൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് 570 രൂപ ഒരു പീസിന് കേട്ടോ. അപ്പോൾ 2 കൂടി മേടിക്കണമെങ്കിൽ ഒരു 1140 ആ റേഞ്ച് വരും. പിന്നെ നമ്മൾ അന്വേഷിച്ചത് HORNET 2.0ൻ്റെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി ഇപ്പോൾ കഴുകാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് ഈ കപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ HORNET 2.0ൻ്റെ റേറ്റ് എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 520 രൂപയാണ് ഒരു ഇൻഡിക്കേറ്ററിന് വരുന്ന പ്രൈസ്. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റിങ്സ് നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ടൈപ്പ് അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വണ്ടിക്ക് വെക്കുന്ന പോലെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് അല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡിക്കേറ്റർ കേട്ടോ. ഇത് ഒറിജിനലല്ല, ഒരു കോപ്പി ഇൻഡിക്കേറ്ററാണ്. KTMൻ്റെ പോലെ തന്നെ ഒരു കോപ്പി ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഫ്രണ്ടിലെ ഒരെണ്ണം ഒടിഞ്ഞു തൂങ്ങി, ഒരെണ്ണം വർക്ക് ചെയ്യാണ്ടായി. അപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഏതാ വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ അതെങ്ങനത്തെയെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് വെച്ചുകൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ വെച്ച ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം റണ്ണിങ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യില്ല. റണ്ണിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഇങ്ങനെ ഓടി കളിക്കുന്ന ടൈപ്പ്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോകുന്ന ടൈപ്പാണ് ഈ ഇൻഡിക്കേറ്ററും. പക്ഷേ ഇതിൽ നമ്മളെ വണ്ടിയിൽ അത് വർക്ക് ചെയ്യണില്ല. ഫസ്റ്റത്തെ ഒരു ഇടലിൽ അത് വർക്ക് ചെയ്യും, പിന്നെ ഈ ബ്ലിങ്കിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം ചെക്ക് ചെയ്തത്. പക്ഷേ ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ്. ഫസ്റ്റത്തെ ഇടലിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, പിന്നെ ബ്ലിങ്കിങ് ആവണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ഇൻഡിക്കേറ്റർ സാധാ ഇൻഡിക്കേറ്ററാണ്. ഈ സംഭവത്തിൻ്റെ തന്നെ സാധനമാണ്. അതിൽ ബ്ലിങ്കിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സംഭവം കൊണ്ടായിരിക്കും അതങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ബാക്കത്തെ കണക്ഷൻ വിടിച്ചിട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഇതേ സെയിം അവസ്ഥ തന്നെയാണ്, ഇതിങ്ങനെ ബ്ലിങ്ക് ആവണുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഡിക്കേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യണത് ഇതിൻ്റെ ഈ വണ്ടിക്ക് സ്വന്തമായിട്ട് ഉള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കുക. അതായത് പല രീതിക്ക് കത്താൻ ടൈപ്പ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിലുള്ളത് ജസ്റ്റ് ഒന്ന് പൾസ് കൊടുത്ത് പോണ രീതിക്കുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിന് ഫുള്ളാക്കാനുള്ള സർക്യൂട്ട് ഫുള്ളാക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതായിരിക്കും ഇവിടെ മാത്രം കത്തിയിട്ട് കെട്ടുകൊണ്ട് വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് റണ്ണിങ് ആവാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് വേണ്ടി വെച്ചിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. നല്ല ഫ്ലെക്സിബിളൊക്കെയാണ്. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഇതിൽ വിറ്റാവുണ്ടായിരുന്നില്ല. ഞാനൊരു വാഷ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോകുന്നുണ്ട്. വേറെ ടൈപ്പ് കാര്യങ്ങളൊക്കെ നോക്കി അവിടെ അധികം ഇല്ല. ഇങ്ങനത്തെ ടൈപ്പാണ് ഞാൻ തപ്പിയത്. ഇത് അവിടെ ഇല്ല. അപ്പോൾ കിട്ടിയത് ഈ സാധനമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത് മേടിച്ചത്. അപ്പോൾ നമ്മളെ വണ്ടിയിലൊക്കെ വരുന്ന ടൈപ്പ് ഇൻഡിക്കേറ്റർ ഇങ്ങനെയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ HORNET 2.0ക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കുറ്റി ഇതിനുണ്ടാവില്ല. ഇതിന് പകരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവമായിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ക്രൂ ഇട്ടിട്ട്
ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് വരിക. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ അത് മേടിച്ചില്ല. അപ്പോൾ 2 ഇൻഡിക്കേറ്റർ നമുക്ക് മേടിക്കണമെങ്കിൽ 1040 പിന്നെ അതിൻ്റെ ചെറിയ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു 1200 ഉള്ളിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ആ ഇൻഡിക്കേറ്റർ മേടിച്ചില്ല കേട്ടോ. അപ്പോൾ അത് വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നമ്മൾ ക്ലാമ്പിലാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി കളിക്കാനും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് ഒരു 300 രൂപ വന്നത്. അപ്പോൾ ബാൻഡിഡോസ് തന്നെയാണ് എടുത്തത്. അപ്പോൾ അവരെന്തോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തന്നത് കേട്ടോ. ഞാൻ വേറൊരു ഐറ്റം കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിച്ച വേറൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മൾ ഇൻഡിക്കേറ്റർ സംഭവം. ഈ സംഭവം മാത്രമേ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാനിങ്ങനെ ഓടിക്കളിക്കുമെന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് കുറേ നേരം ഇരുന്ന് കുത്തിയിരുന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ. ഫസ്റ്റത്തെ ഇടയിൽ മാത്രമേ ആ ഓട്ടം കാണാനുള്ളൂ. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നൈറ്റൊക്കെ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെൻഡർ വെക്കാനായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓൾഡ് ഫെൻഡർ തന്നെയാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയ കാരണം നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ചതാണ് കേട്ടോ. പുതിയതായിട്ട് ഇറങ്ങുന്ന എക്സ്പൾസ് ഇല്ലേ, എക്സ്പൾസിനൊക്കെ മാറ്റിയിട്ട് രണ്ടാമത് വെക്കുന്ന ഫെൻഡർ ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫെൻഡറാണ് ഇതിന് കയറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഈ 2 ഐറ്റംസ് മാത്രം മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും റണ്ണിങ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ഹോർണെറ്റ് 160R 2018 മോഡൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതിന് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാക്കാൻ പറ്റുമെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, പാറ്റേൺ മാറ്റിയിരുന്ന അങ്ങനത്തെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിട്ട് വർക്ക് ചെയ്യുന്നു തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് തന്നെ മേടിക്കും. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 2 ലെയർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ലെയറുണ്ട്, ഇതിൻ്റെ പുറത്തത്തെ ഇതുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ വെള്ളം കയറി കാണിക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനേക്കാളും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ് ഈ റണ്ണിങ് ടൈപ്പ് ഇൻഡിക്കേറ്റർ. അതിപ്പോൾ ഇങ്ങനായി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളെ വീഡിയോയിൽ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ബൈ.